നമസ്കാരം. കോഴിക്കോട് CPM-നുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട PSC അംഗത്വ തട്ടിപ്പ് കെട്ടിച്ചമച്ചതാണെന്ന വാദങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതായത് PSC കോഴ കേസിൽ കോഴ കൊടുത്തെന്ന് പരാതിപ്പെട്ടിട്ടില്ലെന്ന പരാതിക്കാരനാണെന്ന് കരുതപ്പെടുന്ന ശ്രീജിത്ത് പ്രതികരിച്ചതോടെ CPM-നെ ആകെ കുരുക്കുമുറുകുകയാണ്. ഇല്ലാത്ത പരാതിയിൽ എന്തിനെ ആർക്കു വേണ്ടി പ്രമോദ് കോട്ടൂളി എന്ന നേതാവിനെതിരെ പാർട്ടി നടപടിയെടുത്തു, അയാളെ പാർട്ടി പുറത്താക്കി എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. ഇത് വ്യക്തമാക്കാൻ പാർട്ടി ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയിട്ടില്ല എന്ന് പരാതിക്കാരനെന്ന് കരുതുന്ന ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കുന്നു. പ്രമോദ് തന്റെ നല്ല സുഹൃത്താണെന്നും തന്നോട് പണം ചോദിച്ചിട്ടില്ല എന്നും വാങ്ങിയിട്ടില്ല എന്നും താൻ പണം കൊടുത്തിട്ടില്ല എന്നുമാണ് ശ്രീജിത്ത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഴ്ചയിലേറെ നീണ്ട വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പ്രതികരിച്ചതിലൂടെ വകമാറിയിരിക്കുന്നത്. പ്രമോദിനെതിരെ പാർട്ടി നടപടിയെടുത്ത ശേഷം പ്രതികരണം എന്നത് വലിയ രീതിയിൽ ശ്രദ്ധേയമാകുകയാണ്. എന്ന് വെച്ചാൽ പ്രമോദ് കോട്ടൂളി എന്ന സഖാവിനെതിരെ ആ വ്യക്തിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കാൻ ആർക്കോ ആഗ്രഹമുണ്ടായിരുന്നു എന്ന്, അയാൾ പാർട്ടിക്കുള്ളിൽ നിന്നാൽ ആർക്കോ ഭയമുണ്ട് എന്ന് ചുരുക്കം. കോട്ടൂളിയെ പുകച്ച് പുറത്തു ചാടിച്ചാൽ മാത്രം സ്വന്തം നിലനിൽപ്പ് തുടരാൻ സാധിക്കുക, അല്ല എങ്കിൽ കോട്ടൂളി പാർട്ടിക്കകത്തുണ്ടെങ്കിൽ താൻ പ്ലാൻ ചെയ്ത എന്തോ ഒരു കാര്യം അയാൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ ബോധ്യം കൊണ്ട് തന്നെയാകണം പ്രമോദ് കോട്ടൂളി എന്ന വ്യക്തിയെ ഇത്തരമൊരു ആരോപണത്തിൽ കുടുക്കി പാർട്ടിക്ക് പുറത്തേക്ക് കൊണ്ടുവിടാൻ സഹായിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധി വന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഇത് ചെറിയൊരു ആരോപണമല്ല. വളരെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ അടക്കം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉണ്ടാക്കിയിരുന്നത്. അത് കള്ളമായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും വരെ ഇയാളെ കുറ്റക്കാരൻ തന്നെയാക്കി ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്ത ആൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെന്ന് പറയുന്നത് ഒരു സാധാരണ സഖാവാകാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഇത്രമാത്രം വലിയൊരു പ്രശ്നം, വിഷയം താൻ ഉദ്ദേശിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കും വരെ പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അത് പിടിപാടുള്ള നല്ല ശക്തമായ നിലപാടുള്ള ഏതെങ്കിലും ഒരു നേതാവ് തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്ന സംശയം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അത് മാത്രവുമല്ല, പരാതിക്കാരൻ എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്തിനെ ഭയപ്പെടുത്തി നിർത്തിയത് ആരാണ്? അല്ല എങ്കിൽ പ്രമോദ് പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഇങ്ങനെ പ്രതികരിക്കണമെന്ന ശ്രീജിത്തിനെ നിർബന്ധിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിറകിൽ നിന്ന് ആരൊക്കെയോ ആർക്കെതിരെയൊക്കെയോ പ്ലാനുകൾ നടത്തുന്നുണ്ട്, ആരെയൊക്കെയോ എന്തൊക്കെയോ നശിപ്പിക്കാനുള്ള പ്ലാനുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. PSC അംഗത്വത്തിന് പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയിട്ടില്ല എന്നും ഞാൻ ആർക്കെതിരെയും എങ്ങും പരാതി കൊടുത്തിട്ടില്ല എന്നും പരാതി കൊടുത്തു എന്ന് CPM പറഞ്ഞോ എന്നും എനിക്ക് ആർക്കും പണം കൊടുക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരങ്ങൾ താൻ അറിഞ്ഞത്. പ്രമോദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, വിവാദം ആരുണ്ടാക്കി എന്നതടക്കം അന്വേഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് വിഷയത്തിൽ പരാതിക്കാരനാണെന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് ഇപ്പോൾ പ്രതികരിച്ചത്. ഈ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്താണ് പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നത് എന്നത് പാർട്ടി നേതാക്കന്മാർക്ക് പോലും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇങ്ങനെ ഒരു പ്രതികരണം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രമോദും കുടുംബവും ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ സമരം ചെയ്തിരുന്നു. കോഴ വാങ്ങി എന്ന വാർത്തയും ചർച്ചയും വന്നതോടെ പാർട്ടി അച്ചടക്കവും ഭരണഘടനയും ലംഘിച്ചു എന്ന് വിശദീകരിച്ച CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. വിവാദങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന ചോദ്യം വെളിച്ചത്തു വരണമെന്ന ആവശ്യം പ്രമോദും ശ്രീജിത്തും ഉയർത്തുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് കളികൾ പുറത്താക്കാൻ വഴിയൊരുക്കും എന്നത് ഉറപ്പ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഇത്തരം കളികൾ അത് ജനങ്ങൾ കാണുന്നുണ്ട്. അത് മുന്നോട്ടേക്ക് പാർട്ടിക്ക് നെഗറ്റീവായി തന്നെ ബാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.